വിഴിഞ്ഞം ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ദേശാഭിമാനിയിൽ മാത്രമാണ് വാർത്ത വന്നതെന്ന തരത്തിൽ മുഖ്യമന്ത്രി കല്ലുവെച്ച നുണ പ്രചരിപ്പിക്കുകയാണെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ്. ദേശാഭിമാനി മാത്രമല്ല മറ്റു പത്രങ്ങളും അതിനു മുൻപേ തന്നെ വാർത്ത നൽകിയിരുന്നുവെന്നും രാജീവ് ചൂണ്ടിക്കാട്ടി. ദേശാഭിമാനി 5-ാം തീയതി വാർത്ത വിട്ടു, നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ല. എവിടെ നിന്നാണ് ദേശാഭിമാനിയുടെ സോഴ്സ്? ദേശാഭിമാനിയുടെ സോഴ്സ് ഗവൺമെൻറ്റാണ്. അപ്പോൾ 5-ാം തീയതി ജൂൺ 5-ന് കിട്ടി. ഇത് അതിന് മുൻപ് ജൂൺ 3-ന് വന്ന മാതൃഭൂമി പത്രമാണ്. ജൂൺ 3-ാം തീയതി വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ ഈ വാർത്ത ജൂൺ 3-ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിന് മുൻപ് അതിൻ്റെയും സോഴ്സ് അപ്പോൾ ഗവൺമെൻറ്റാണോ അതിൻ്റെ സോഴ്സ്? അന്നത്തെ ഗവൺമെൻറ്. അതിന് മുൻപ് ജൂൺ 1-ന് തന്നെ എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ജൂൺ 1-ന് തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ അടിസ്ഥാനരഹിതമായ കാര്യം കഴിഞ്ഞ ഗവൺമെൻറ് എന്തോ ചെയ്തു വെച്ചു, അത് ദേശാഭിമാനിയിൽ മാത്രം വന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും നിങ്ങളുടെ വെല്ലുവിളിക്കുന്നതൊക്കെ നിങ്ങൾ കാണുകയുണ്ടായല്ലോ, മറ്റാർക്കും കിട്ടിയില്ലല്ലോ. അപ്പോൾ നിങ്ങളാരും സ്വാഭാവികമായിട്ട് പെട്ടെന്ന് നോക്കുന്നത് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ ഇതെല്ലാ പത്രങ്ങളിലും നേരത്തെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ആ രൂപത്തിൽ അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? വിഴിഞ്ഞം ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യം വാർത്ത നൽകിയത് ദേശാഭിമാനിയാണെന്ന് മുഖ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞു. ജൂൺ 1-ന് ആദ്യം വാർത്ത നൽകിയത് എക്കണോമിക് ടൈംസ് ആണ്. ജൂൺ 3-ന് മാതൃഭൂമിയും വാർത്ത നൽകി. ദേശാഭിമാനി നൽകിയത് കേരളം വായിച്ചറിഞ്ഞ വാർത്തയാണ്. ഇത് സംബന്ധിച്ച് VD സതീശൻ നടത്തിയ പ്രതികരണം കാണാം. ജൂൺ 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5 വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, ചെയ്ത ഒരു കാര്യം ന്യായീകരിക്കാൻ വേണ്ടി ദേശാഭിമാനിയിൽ വന്ന വാർത്തയുടെ തീയതി വരെ തെറ്റിച്ചു പറയുന്നു. VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോഴും നേരത്തെ പി രാജീവ് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നു കൊണ്ട് ഉത്തരവാദിത്വമില്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് VD സതീശൻ പറയുന്നത് ശരിയാണെന്ന് പരിശോധിക്കണം. ഈ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ കാര്യത്തിൽ അത് തന്നെയാണ്, ആ ചോദ്യം തന്നെയാണ് ഉയരുകയും ചെയ്യുക. ഏതായാലും എക്കണോമിക് ടൈംസിലാണ് ആദ്യമായി വാർത്ത വന്ന കാര്യം വ്യക്തമാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് VD സതീശൻ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വീണ്ടും കള്ളം പറഞ്ഞത്. അതെ സിജു, ഇന്ന് പി രാജീവ് പറഞ്ഞ കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഈ കല്ല് വെച്ച നുണ സത്യം എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്ന ഒരാളാണ്, സത്യം എന്ന നിലയിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ് VD സതീശൻ. അത് നേരത്തെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു എന്ന കാര്യം നേരത്തെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഭരണഘടനാ സ്ഥാനത്തിരിക്കുകയാണ്, മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ പോലും ഒരു കാര്യങ്ങൾ വസ്തുതാപരമായി പരിശോധിച്ച് ആധികാരികമായി എന്ന നിലയിൽ അദ്ദേഹം വീണ്ടും തെറ്റായി കാര്യങ്ങൾ പറയുന്നു, കള്ളം പറയുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നത്തെ മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ ഈ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത അത് ദേശാഭിമാനിയിൽ വന്ന സംബന്ധിച്ചാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ ജൂൺ 5-നാണ് ദേശാഭിമാനി ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷമാണ് UDF സർക്കാരിന്റെ ഭാഗമായി പുതിയ MD ഒക്കെ വിഴിഞ്ഞത്ത് വരുന്നത്. അപ്പോൾ മുൻ സർക്കാർ ചെയ്ത കാര്യം, ആ മുൻ സർക്കാരാണ് ഈ ദേശാഭിമാനി വാർത്തയുടെ സോഴ്സ്. അതുകൊണ്ടാണ് ആ പത്രം മാത്രം ആദ്യം ആ വാർത്ത പ്രസിദ്ധീകരിച്ചത്. മറ്റാർക്കും തന്നെ അത് കിട്ടിയില്ലല്ലോ എന്നൊക്കെ മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ചോദിക്കുകയുണ്ടായി. അതാണ് മുൻ മന്ത്രി പി രാജീവ് അതിനു മുൻപ് ഏതൊക്കെ പത്രങ്ങൾ ആ വാർത്ത പ്രസിദ്ധീകരിച്ചു എന്നതിന്റെ കൃത്യമായ തെളിവ് സഹിതം അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പ്രദർശിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് ആദ്യം വാർത്ത നൽകുന്നത് എക്കണോമിക് ടൈംസിന്റെ infra.com എന്ന് പറയുന്ന മാധ്യമമാണ്. ഈ എക്കണോമിക് ടൈംസ് ആണ്, ധനകാര്യ മാധ്യമമാണ് എക്കണോമിക് ടൈംസ് ആണ് ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച വാർത്ത വളരെ വിശദമായി ആദ്യം നൽകുന്നത്. അതിന്റെ ചുവട് പിടിച്ച് ജൂൺ 3-ന് മാതൃഭൂമി പത്രവും ഇതേ സമാനമായ രീതിയിലുള്ള വാർത്ത നൽകുകയുണ്ടായി. അപ്പോൾ ആദ്യം പ്രസിദ്ധീകരിച്ച ജൂൺ 1-ന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം 4 ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് മറ്റു മാധ്യമങ്ങൾ, ദേശാഭിമാനി അടക്കമുള്ള മാധ്യമങ്ങളിൽ ഇത് വരുന്നത്. ഇതാണ് മുഖ്യമന്ത്രി VD സതീശൻ തീർത്തും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ
ദേശാഭിമാനിയെ പഴി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ സുപ്രധാന ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തിയത്. അതാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ പൊളിഞ്ഞു വീണത്. ഈ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും കേന്ദ്ര കമ്മിറ്റി അംഗം P രാജീവ് അടക്കമുള്ളവർ സതീശന്റെ ഈ വാദം പൊള്ളയാണ് എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കിയത്. ഏറ്റവും സുപ്രധാനമായ ചോദ്യം ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച് സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങിയിരുന്നോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യം വരുമ്പോഴൊക്കെയാണ് VD സതീശൻ മുഖ്യമന്ത്രി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇത്തരം ചില വാദങ്ങൾ, അപ്രസക്തമായ കാര്യങ്ങൾ, ചില പത്രത്തിൽ ഇങ്ങനെയൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ് മാധ്യമ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമം നടത്തിയത്. അത് പൂർണ്ണമായും പാളിപ്പോകുന്നതാണ് ഇന്ന് കണ്ടത്. സിജു. ശരി, ഉമേഷ് ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ജൂൺ 1 എക്കണോമിക് ടൈംസ് പത്രത്തിൻ്റെ ഓൺലൈൻ പേജിൽ വന്ന വാർത്തയാണ്. ദേശാഭിമാനിയിലാണ് ഈ വാർത്ത ആദ്യം വന്നതെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കൽ PD സതീശൻ നടത്തിയത്. ജൂൺ 5-ാം തീയതിയാണ് ഈ എക്കണോമിക് ടൈംസിൽ വരുന്നു, അതിന് പിന്നാലെ മാതൃഭൂമിയിൽ വാർത്ത വരുന്നു, അതിന് പിന്നാലെയാണ് ദേശാഭിമാനിയിൽ ഈ വാർത്ത വരികയും ചെയ്തത്. വിവരങ്ങളാണ് ഉമേഷ് നൽകിയത്.